വാർത്തകൾ വിശദമായി. പോലീസ് തലപ്പത്ത് സമൂല മാറ്റം. ഡിജിപി ഋഷിരാജ് സിംഗിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. എഡിജിപി ആർ ശ്രീലേഖയാണ് ഇന്റലിജൻസ് മേധാവി. എ ഹേമചന്ദ്രന് പകരമാണ് നിയമനം. സുദേശ് കുമാറാണ് പുതിയ ഉത്തരമേഖല എഡിജിപി. അനിൽകാന്തിനെ ജയിൽ എഡിജിപിയായും നിയമിച്ചു. നിതിൻ അഗർവാൾ ആംഡ് പോലീസ് ബറ്റാലിയൻ എഡിജിപിയാകും. എസ് ശ്രീജിത്താണ് പുതിയ എറണാകുളം റേഞ്ച് ഐജി. ഐജി മഹിപാൽ യാദവിനെ പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പലായി നിയമിച്ചു. ഡിഐജി പി വിജയന് പോലീസ് ട്രെയിനിംഗിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. ഐജി ജയരാജനെ മനുഷ്യാവകാശ കമ്മീഷനിലും ഐജി ടി ജി ജോസിനെ പോലീസ് ആസ്ഥാനത്തും നിയമിച്ചിട്ടുണ്ട്. ഐജി കെ പത്മകുമാറിനെ KSAB ചീഫ് വിജിലൻസ് ഓഫീസറായും മാറ്റി നിയമിച്ചു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശും PK കുഞ്ഞാലിക്കുട്ടിയും ഗൂഢാലോചനയും അധികാര ദുർവിനിയോഗവും നടത്തിയതായി FIR. 4-5 പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായും FIR-ൽ പറയുന്നു. FIR-ന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. സന്തോഷ് മാധവന് ബിനാമി ബന്ധമുള്ള സ്ഥാപനത്തിന് മിച്ചഭൂമിയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ അനുമതി നൽകിയ കേസിലാണ് 2 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കേസിൽ 1-ാം പ്രതിയായ മുൻ റവന്യൂ മന്ത്രി വിശ്വാസവഞ്ചന നടത്തിയതായി FIR-ൽ പറയുന്നു. 2-ാം പ്രതി മുൻ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി അടൂർ പ്രകാശ് ഗൂഢാലോചന നടത്തി. 2 മുൻ മന്ത്രിമാരും 3-ാം പ്രതി സന്തോഷ് മാധവൻ, 4-ാം പ്രതി BM ജയശങ്കർ എന്നിവരുമായി ക്രിമിനൽ ഗൂഢാലോചനയാണ് നടത്തിയത്. 3-4 പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം തന്നെ ദുരുപയോഗം ചെയ്തതായി FIR-ൽ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി ഇവർ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി. ഭൂപരിധി നിയമത്തിൽ നിന്നും ഒഴിവാക്കി നൽകിയത് അധികാര ദുർവിനിയോഗമാണെന്നും DYSP RD അജിത് FIR-ൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി മുൻ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാരിന് ഇത് വലിയ വീഴ്ചയാണ്. 120B, 409 എന്നീ വകുപ്പുകളും 1988-ലെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവുമാണ് 4 പ്രതികൾക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 2015 ഫെബ്രുവരി 25-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ വിവാദ തീരുമാനമെടുത്തത്. FIR മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ഷീജ, തിരുവനന്തപുരം. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTA-യുടെ ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. ജൂൺ 8-ന് സ്കൂൾ പൂട്ടണം. അധ്യയനം ആരംഭിച്ചെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും അടിയന്തരമായി സ്റ്റേ വേണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് PC ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാൻ ആവശ്യത്തിലേറെ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ നേരത്തെ തന്നെ ബദൽ മാർഗം തേടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്കൂൾ പൂട്ടാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും മുൻ സർക്കാർ ഇതിനെ അനുകൂലിച്ചിരുന്നു. ഹൈക്കോടതി ഇതിന് അംഗീകാരവും നൽകി. ഇതേ തുടർന്ന് മാറിവന്ന LDF സർക്കാരും സ്കൂളിലെ അധ്യാപക രക്ഷിതാക്കളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇനി മലാപ്പറമ്പ് സ്കൂൾ പ്രദേശത്ത് ചിറകുവിടർത്താം. 75-ൽ പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി ഇരുട്ടിലേക്കും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. മറ്റ് സ്കൂളുകളിൽ സമാന സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ നിയമ ഭേദഗതി നടത്തുന്നത് പരിഗണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്കൂൾ അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് KSTS സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ വിധി മാനിക്കുകയാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്ത് നടപടിയെടുക്കണമെന്ന് കൂടിയാലോചനയോടെ തീരുമാനിക്കും. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന് സ്കൂൾ സംരക്ഷണ സമിതി. തടയാൻ വരുന്നവരെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും സംരക്ഷണ സമിതി. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതി അടിയന്തര യോഗം ചേർന്നു. മലാപ്പറമ്പ് AIP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി കൂടി അനുമതി നൽകിയതോടെ ഇവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ആശങ്കയിലാണ്. സുപ്രീം കോടതി കൂടി കൈവിട്ടതോടെ ഇവിടെ പഠിക്കുന്ന 60 കുട്ടികൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഇവരുടെ ചോദ്യം. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു. സ്കൂൾ പൂട്ടാൻ വന്നാൽ ജനങ്ങളെ അണിനിരത്തി തടയുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തിലെ ഈ 7-6 വകുപ്പ് വെച്ചിട്ടാണ് ഈ പൂട്ടാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുള്ളത്. അതിന് എന്തായാലും ചേർക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പിന്തുണയും സമരസമിതി തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തനിക്ക് 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തതായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരന്റെ വെളിപ്പെടുത്തൽ. കേസ് പരിഗണിക്കവേ തുറന്ന കോടതിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയ ജഡ്ജി താൻ ഈ കേസിൽ നിന്നും പിന്മാറുന്നതായും അറിയിച്ചു. കോഫെ പ്രകാരമുള്ള കരുതൽ തടങ്കലിൽ നിന്നും പ്രതികളെ ഒഴിവാക്കാനായിരുന്നു കോഴ വാഗ്ദാനം. നെടുമ്പാശ്ശേരി വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശികൾ പ്രതികളായ കേസ് പരിഗണിക്കവെയാണ് ജഡ്ജിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലുണ്ടായത്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, A ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കോഫെ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിനിടെ താൻ പ്രസ്തുത കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതായി ജസ്റ്റിസ് KT ശങ്കരൻ തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രതികൾ തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തുവെന്നും ജഡ്ജി ഓപ്പൺ കോടതിയിൽ വെളിപ്പെടുത്തി. പ്രതികളുടെ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയുടെ കോഴയാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും ജഡ്ജി പറഞ്ഞു. എന്നാൽ ബാഹ്യമായ ചില കാരണങ്ങളാൽ താൻ കേസിൽ നിന്ന് ഒഴിവാകുന്നു എന്നാണ് ജസ്റ്റിസ് KT ശങ്കരൻ ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജഡ്ജി KT ശങ്കരന് കൈക്കൂലി വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസാണ് രഹസ്യ സ്വഭാവമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം സ്പെഷ്യൽ സെൽ SP-ക്കാണ് അന്വേഷണ ചുമതല. ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ കൈക്കൂലി വാഗ്ദാനം ചെയ്തതായി ജഡ്ജി KT ശങ്കരൻ തുറന്ന കോടതിയിൽ അറിയിച്ചത്. ഇതിനെ തുടർന്ന് കേസ് ഒഴിയുന്നതായും ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. തിരികെ വാർത്തയിലേക്ക്. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടിയുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ. നേതൃമാറ്റം എന്ന ആവശ്യം മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വെച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പൊ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീരനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. സെന്റിന് 5000 രൂപ വിലയിലുള്ള ഭൂമി ഇവർ വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്ക്. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നതിനുള്ള തെളിവുകൾ പീപ്പിളിന് ലഭിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപമുയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് അംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡ് അംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പ്രൊജക്ടായ ഓക്സിജൻ സിറ്റി തൃശൂർ മണ്ണുത്തി ദേശീയപാതയ്ക്ക് സമീപം ഉടൻ ആരംഭിക്കും. ഓക്സിജൻ സിറ്റിയിൽ വില്ലകളും ഫ്ളാറ്റുകളും IT പാർക്കും മ്യൂസിയവും ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 10ാം നമ്പർ വസതി ഫുട്ബോൾ ഇതിഹാസവും ചെമ്മണ്ണൂർ ഗോൾഡിന്റെ പാർട്ണറുമായ മറഡോണയുടേതായിരിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. നിരവധി ബിസിനസ് അവസരങ്ങളും 29,000-ഓളം തൊഴിലവസരങ്ങളും ഓക്സിജൻ സിറ്റിയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
പ്രമുഖ നിർമ്മാതാക്കളായ അസറ്റ് ഹോംസിന്റെ ജാക്ക്പോട്ട് നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു. രാജേഷ് പുളിക്കൽ, മിനി രാജേഷ് ദമ്പതികൾക്കാണ് ഫ്ളാറ്റ് ലഭിച്ചത്. അസറ്റ് ഹോംസ് അംബാസഡർ കൂടിയായ നടൻ പൃഥ്വിരാജ് ഭാഗ്യശാലികളെ പ്രഖ്യാപിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ ആർക്കിടെക്ചറും പരിസ്ഥിതി സ്നേഹിയുമായ യതിൻ പാണ്ഡ്യയുടെ പ്രഭാഷണവും അരങ്ങേറി. ചടങ്ങിൽ അസറ്റ് ഹോംസ് MD സുനിൽകുമാർ, ആർക്കിടെക്ചർ ചങ്കർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു.